അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് ഈ ജാറത്തിന്റെ അവിടെ കായുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആൾക്കാർ കായ് കൊണ്ടു നടക്കില്ലല്ലോ. അതുകൊണ്ട് ഗൂഗിൾ പേ ഈ കബറാളിക്കും ഇപ്പോൾ ആൾക്കാർ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ് മനുഷ്യന്റെ പുരോഗമനം, ചെറിയ പുരോഗമനം എന്നല്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നലെ വാട്സപ്പിൽ വന്നൊരു വീഡിയോ ആണത്. ഇതിൽ പറയുന്നത് സാധാരണ ഇപ്പോൾ ആളുകള് കാശ് കയ്യിൽ കൊണ്ട് നടക്കാറില്ല. അപ്പോൾ പോക്കറ്റിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പൈസ ഇടാതെ പോവേണ്ടതില്ല. അവിടെ ബാർകോഡ് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ പേയിലൂടെ അല്ലെങ്കിൽ ഫോൺ പേയോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ജാറത്തിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് പണമെത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിന്നിവിടെ കാണിച്ചത് മറ്റൊരു വീഡിയോ കൂടി എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അതില് മുജാഹിദ് അറുത്തത് കഴിക്കില്ല എന്ന് ഇവരുടെ ഔലിയ കാക്ക പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. CM മടവൂർ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് അറുത്തത് അയാൾ കഴിക്കൂല എന്നുള്ളത്. ഇപ്പോ ഇവരൊക്കെ റോൾ മോഡലാക്കിയിട്ടും അതുപോലെ തന്നെ വലിയൊരു സംഭവമാക്കിയിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന CM മടവൂര് മുജാഹിദുകള് അറുത്തത് ഭക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് കേൾക്കാം, എന്നിട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരിക്കൽ മഹാനവറുകൾ അരീക്കോടിനടുത്ത് ഒരു മൈത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഇറച്ചി വരട്ട് എന്ന് പറയും, അഥവാ കറി അല്ലാത്ത രൂപത്തിൽ വളരെ ടൈറ്റായ രൂപത്തിൽ ഇറച്ചി പിന്നെ ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭക്ഷണം കൂടെയുള്ള ആളുകൾ ഒന്ന് ഉഷാറായി നല്ല റാഹത്തായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച ആ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് CM വലുതായി ആ ഭക്ഷണം ഉണ്ടാക്കി ആ ബീഫ് കൊണ്ടുവച്ച ആ പാത്രത്തിലേക്ക് കൈ വിരൽ ചൂണ്ടിക്കൊണ്ട് കാഫർ അറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല, അത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ ഇട്ടിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടും എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ളവർക്ക് സംശയമായി. കാരണം CM വലുതായി മഹാനവറുകൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കാഫറിൻ്റെ കടയിൽ നിന്നാണോ ഈ വീട്ടുകാരൻ ഇറച്ചി വാങ്ങിയത് എന്ന് വരെ ആളുകൾ സംശയിച്ചു. അപ്പോൾ ഈ വീട്ടുകാരനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ മാംസം വാങ്ങിയത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വാങ്ങാറില്ല, മുഹമ്മാക്ക എന്ന് പറയുന്ന അരീക്കോടിലുള്ള ഒരു കച്ചവടക്കാരനാണ്, മുഹമ്മാക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞു. ഏതായാലും CM വലുതായുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മാംസം ഉണ്ടാക്കിയ പാത്രത്തിലിട്ട് അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി. അങ്ങനെ ആ ഭക്ഷണം അവിടുന്ന് മാറ്റി പിന്നെ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടി. എന്നിട്ട് മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഖാദിമീങ്ങൾ അവർക്കൊരു സംശയം, ഈ ഭക്ഷണം ഈ മാംസത്തിൽ എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ ഇങ്ങനെ സൂചന പറഞ്ഞത്. അങ്ങനെ ഈ വീട്ടുകാരനെ കൂട്ടി ഈ ഇറച്ചിക്കടക്കാരൻ്റെ അടുത്ത് ചെന്നു. അവനോട് ചോദിച്ചു, നമ്മുടെ മൃഗങ്ങളെ ആരാണ് അറക്കാറുള്ളത്? അത് നമ്മുടെ സുന്നി പള്ളിയിലെ മൊല്ലാക്കയാണ്, മുഅദ്ദിനാണ് അറക്കാറുള്ളത്. ഇന്നത്തെ മൃഗത്തിന് ആരാണ് അറുത്തത്? ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മുഅദ്ദിൻ നാട്ടിൽ പോയതായിരുന്നു. അപ്പം മുജാഹിദ് പള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത്. ഇന്ന് നമ്മുടെ സുന്നി പള്ളിയിലെ മുഅദ്ദിൻ നാട്ടിൽ പോയതായിരുന്നു. അപ്പം മുജാഹിദ് പള്ളിയിലുള്ള മൗലവിനെ കൊണ്ടാണ് ഞാൻ അർപ്പിച്ചത്. അപ്പോൾ ഇതിവിടെ അറക്കേണ്ട ആൾ അറുത്തിട്ടില്ല, ഇത് അർത്ഥം ശരിയായിട്ടില്ല എന്ന മഹാനവറുകളുടെ ഇതിൽ കാണുകയാണ്, CM വലുതായി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ അറക്കേണ്ട ആൾ അറുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഹലാലല്ലാത്തത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഹറാം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തു മാറ്റാൻ കൽപ്പിച്ചത്. ഓക്കെ, ഈ രണ്ട് വീഡിയോകൾ കൂടെ എന്താണ് ബന്ധം എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇത് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, എന്നാൽ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിച്ച് പോവുക എന്നുള്ളതാണ്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കയ്യിൽ കാശില്ലെങ്കിലും ജാറത്തിലുള്ള ഔലിയക്ക് കൊടുക്കാനുള്ളത് അതവിടെ ഇട്ട് പോണം എന്നുള്ളതാണ്. അത് ഗൂഗിൾ പേ മാർഗത്തിലൂടെ. പെട്ടിയിലാണ് സാധാരണ ആളുകൾ പൈസ ഇടാറുള്ളത്. പെട്ടിയിൽ പൈസ ഇടാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഗൂഗിൾ പേ വഴി അയച്ചാലും അത് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ബിസിനസിന്റെ കാര്യത്തിലൊന്നും നമ്മൾ തലയിടുന്നില്ല. എന്നാൽ ഇതുപോലെ ഒരു ഗൂഗിൾ പേ ബാർകോഡൊക്കെ അവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പശയൊക്കെ ഇങ്ങനെ ഒലിച്ചു കിടക്കുന്നുണ്ട് ആ ജാറത്തിന്റെ മേലെ കൂടെ. ഓക്കെ, അവിടെ എഴുതി വെക്കേണ്ടതല്ലേ ഇതില് സുന്നികളുടെ പൈസ മാത്രം ഇട്ടാൽ മതിയെന്ന്? മുജാഹിദ് അറുത്തത് തിന്നാൻ പാടില്ല എന്ന് മാത്രമല്ല, മുജാഹിദിനെ കാഫിർ എന്ന് പോലും ആണ് അവിടെ വിശേഷിപ്പിക്കപ്പെട്ടത്. മുജാഹിദിന്റെ
അറിവ് മാത്രമേ ഉള്ളൂ നിഷിദ്ധം? മുജാഹിദിന്റെ പണം അത് സ്വീകരിക്കാൻ കഴിയുമോ? അപ്പൊ ചില ആളുകൾ ചോദിച്ചേക്കാം, അവിടെ മുജാഹിദ് കൊണ്ടുപോയിട്ട് പണം ഇടുമോ എന്ന്. സലഫി ആദർശത്തിലുള്ള ആളുകൾ ഇടൂല, എന്നാലും അവിടെ എഴുതി വെക്കണല്ലോ. ഇനി വേണ്ട, മുജാഹിദ് അവിടെ നിൽക്കട്ടെ. മുശ്രിക്കീങ്ങളായ ആളുകൾ ഈ പെട്ടിയിൽ കൊണ്ടുപോയി പണം ഇടുന്നുണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത്, പേരെടുത്ത് പറയുന്നില്ല, ചുറ്റുവട്ടങ്ങളിലെ മുശ്രിക്കീങ്ങളായ ആളുകള്, ബഹുദൈവ ആരാധകര്, വിഗ്രഹാരാധകരെ എന്ന് മാത്രം പറയാൻ കഴിയില്ല. ശരിക്ക് വിഗ്രഹാരാധനയാണ് ഇസ്ലാം എതിർക്കുന്നത് എന്ന് പറയാറുണ്ട്. വിഗ്രഹാരാധന എന്നുള്ള ആ ഒരു എതിർപ്പ് വരുന്നത് ബഹുദൈവ ആരാധന, അള്ളാഹു അല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് ഷിർക്ക് തന്നെയാണ്. അതിന് വിഗ്രഹം വേണമെന്നില്ല. വിഗ്രഹം ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ അഭൗതികമായിട്ട് അള്ളാഹു നൽകുന്നത് പോലെയുള്ള നൽകലുകള് നമുക്ക് നൽകാൻ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കും എന്നുള്ള തരത്തിലൊക്കെ ആരാധിച്ചാല് അതും ഷിർക്കാണ്, വിശ്വാസമാണ് ഷിർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ജാറങ്ങളിൽ വരുന്ന ഇതര മതവിശ്വാസികള്, ബഹുദൈവ ആരാധകര്, വിഗ്രഹ ആരാധകര്, അതുപോലെയുള്ള മുശ്രിക്കീങ്ങളുടെ മുതല് മുശ്രിക്കീങ്ങൾക്ക് പറ്റുമോ അല്ലേ? അതൊരു ചോദ്യമാണല്ലോ. അപ്പോ ആ ബാർകോഡിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യായിരുന്നു. ഈ പറഞ്ഞ മുസ്ലിയാര്, ഇത് CM അബൂബക്കർ മടവൂരിന്റെ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനാണ്. ഇയാളുടെ പേരും അബൂബക്കർ എന്നൊക്കെ തന്നെയാണ്. അയാൾ യൂട്യൂബ് ചാനലിലൂടെ ഇരുന്ന് ഇങ്ങനെ ഇതുപോലെ വെടിവെക്കലുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുജാഹിദ് അറുത്തത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് അഹ്ലു കിതാബ് അറുത്തത് പോലും ഭക്ഷിക്കാം എന്നുള്ള ആ ഒരു കാര്യമുള്ളപ്പോ മുജാഹിദുകള് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, ഏകദൈവത്തിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ അതനുഷ്ഠിച്ച് ജീവിക്കുന്ന, അവര് മൗലൂദ് അല്ലല്ല, അല്ലെങ്കിൽ കുത്റാത്തീബ് നടത്തല്ല, ആണ്ടുനേർച്ച നടത്തല്ല എന്ന് കരുതിക്കൊണ്ട് അവരറുത്തത് എങ്ങനെയാണ് നിഷിദ്ധമാകുന്നത്? ഇനി അവരറുത്തത് നിഷിദ്ധമാണെങ്കിൽ ബഹുദൈവ വിഗ്രഹാരാധകരായ, ബഹുദൈവ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ ക്ഷണിക്കാറില്ലേ? ആ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ചേർക്കാം. ഇത്തരത്തിലുള്ള ആളുകള് അവര് നൽകുന്ന ഈ സംഭാവനകളും നേർച്ചകളും നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും അല്ലേ? അവരറുത്തത് മാത്രമാണോ നിങ്ങൾക്ക് നിഷിദ്ധം? ഇത് രണ്ടും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് സംസാരിച്ചതാണ്. മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മുജാഹിദുകള് ബിദഈകളാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ പറയുന്നത് മുജാഹിദുകള് എന്ന് പറയുന്ന സലഫി ആദർശത്തിലുള്ള ആളുകളൊക്കെ കാഫിറുകളാണ് എന്ന് അയാള് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അയാൾക്ക് പീരാന്തായിരുന്നു എന്നുള്ളത് ഈ ചങ്ങായിമാർക്കും അറിയാം, ഞമ്മക്കും അറിയാം. എന്തോട്ടെ, അയാള് പറഞ്ഞത് നമുക്ക് ബാധകമല്ല. മാനസിക രോഗിയുടെ ഫത്വയൊന്നും ഇവിടെ നമ്മൾ എടുക്കാറില്ല. എന്നാൽ ഇജാതി ജനങ്ങൾ ഇത് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് സഹോദരന്മാരെ? ഇവരുടെ വയറ്റുപഴപ്പിന് വേണ്ടിയിട്ടാണോ? ഇതിക്കും നല്ലത് കമ്പിപ്പാറ എടുത്തിട്ട് കുഴികുത്താൻ പോയിക്കൂടെ അല്ലേ? റബ്ബറിനോ തെങ്ങും തൈ വെക്കാനൊക്കെ കുഴികുത്താൻ പോയിക്കൂടെ? പണ്ട് കമ്പിപ്പാറ എടുത്തിട്ട് കക്കാൻ പോയിക്കൂടെ എന്നാണ് ചോദിക്കാറുള്ളത്. അത് നമുക്ക് യോജിച്ചതല്ല. കമ്പിപ്പാറ എടുത്തിട്ട് കക്കാൻ പോണ്ട, വല്ല തെണ്ടിച്ചു നിന്നാൻ പോയിക്കൂടെ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഈ വീഡിയോയില് പറയാൻ ഉദ്ദേശിച്ചത്, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സാരമില്ല, ബാങ്കിൽ നിന്ന് പലിശ ഇടപാട് നടക്കുന്ന ബാങ്കിൽ നിന്നുള്ള ട്രാൻസാക്ഷനും ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ളത്. അവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ പൈസ എന്തിനാണ് ഈ ജാറത്തിൽ കിടക്കുന്ന ആൾക്ക്? ഇല്ല, അയാൾക്ക് ആവശ്യമില്ല, അള്ളാഹ്ക്കും ആവശ്യമില്ല. പിന്നെ ആർക്കാണ് ആവശ്യം? പിന്നെ അതിന്റെ പേരിൽ ഞങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെന്നാ, എന്നാ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് പിരിച്ചുകൂടെ ചെങ്ങന്മാരെ ഇല്ലേ? അപ്പോ അതുപോലെയുള്ള തട്ടിപ്പുകളില് കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാതിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ വീഡിയോയിലുള്ളത്, ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാള് ബിദ്അത്ത് ചെയ്യുന്നില്ല, ശിർക്ക് ചെയ്യുന്നില്ല, ഇവരുടെ ഇതുപോലെയുള്ള തട്ടിപ്പ് വഴികളിൽ നടക്കുന്നില്ല എന്ന കാരണത്താൽ അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്ന ആ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അവരറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഏതോ ഒരു ചെങ്ങായി ഏതോ ഒരു സമയത്ത്, ആ സമയത്ത് അയാൾക്ക് അന്തല്ല, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഇതുപോലെയുള്ള പൗരോഹിത്യത്തെ ശ്രദ്ധിക്കുക എന്നുകൂടി അറിയിക്കുവാനായിരുന്നു വീഡിയോ. ഇൻഷാ അല്ലാഹ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.